ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കീം എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് വന്നു. ബി ആർക്ക് അടക്കമുള്ള പല കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ വൺസ് ബി ആർക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വൺസ് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് സ്റ്റെപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അലോട്ട്മെൻറ്റ് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ റാങ്കും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് ആ ഒരു കോളേജ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൺസിഡർ ചെയ്യും, തേർഡ് ഓപ്ഷൻ കൺസിഡർ ചെയ്യും. അങ്ങനെ ഏത് ഓപ്ഷൻ എത്തുമ്പോഴാണ് ആ കോളേജിൽ സീറ്റ് വേക്കൻസി ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ റാങ്കിന് മുമ്പുള്ള എല്ലാ കുട്ടികളുടെയും അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക ആ കോളേജിൽ. അപ്പോൾ നിങ്ങൾക്ക് വൺസ് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്ന സംഭവം ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതായത് ഈ കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടി എന്നുള്ളതാണ് പ്രൊവിഷണലി എന്ന് പറയുന്ന രീതിയിലാണ് തരിക. അപ്പോൾ നിങ്ങളുടെ മറ്റ് ഫീസ് അടയ്ക്കുക, അതുപോലെ തന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം കഴിയുന്നതോട് കൂടിയാണ് നിങ്ങൾക്ക് ആ സീറ്റ് നിങ്ങളുടേതാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് മാർക്സുകളും വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് എല്ലാം കഴിയുന്നതോട് കൂടിയിട്ടാണ് നിങ്ങളുടെ സീറ്റെന്ന് ഉറപ്പിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് പ്രൊവിഷണലി നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ വൺസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങൾ, ഫീസൊക്കെ അടച്ച് ഇതൊക്കെ ശരിയാകുന്നതിനൊപ്പം തന്നെ നമുക്ക് ഹയർ ഓപ്ഷൻസുകൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ വീണ്ടും ഹയർ ഓപ്ഷൻസ്, ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ CET ട്രിവാൻഡ്രം വെച്ചു, സെക്കൻഡ് ഓപ്ഷൻ GEC തൃശ്ശൂർ വെച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ GEC തൃശ്ശൂരാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഒരു കുട്ടിക്ക് CET ട്രിവാൻഡ്രത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഹയർ ഓപ്ഷൻ അവിടെ നിലനിർത്താം. ലോവർ ഓപ്ഷൻസ് എന്തായാലും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. കിട്ടിയ കോളേജസ് താഴെയുള്ള ലോവർ ഓപ്ഷൻസ് എന്തായാലും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഫീസ് അടയ്ക്കുമ്പോൾ ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വെബ്സൈറ്റിൽ ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ വായിച്ച് കറക്റ്റായിട്ട് ഫീസ് അടയ്ക്കാൻ ശ്രമിക്കുക. ഫീസ് അടയ്ക്കാത്ത പക്ഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ സീറ്റ് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഹയർ ഓപ്ഷൻസിലേക്ക് മാറേണ്ട, ഈ കോളേജ് തന്നെ മതി എന്നുണ്ടെങ്കിൽ മിനിമം ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയെങ്കിലും വേണം. അതല്ലെങ്കിൽ അടുത്ത അതിൽ ഹയർ ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ലോവർ ഓപ്ഷൻസിൻ്റെ ഇത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് മെയിനായിട്ട് വരാൻ സാധ്യതയുള്ളത് ഡോക്യുമെൻറ്റ്സ് ഫോർ വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ ഓരോ കുട്ടികളുടെയും ഡോക്യുമെൻറ്റ്സ് വ്യത്യാസമായിരിക്കും. കാരണം OBC, നോൺ ക്രിമിനൽ, PWD കാറ്റഗറി, EWS കാറ്റഗറി, ഓരോ കാറ്റഗറിയുടെയും ഡോക്യുമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. കോമൺ ആയിട്ടുള്ള +1 +2 അതുപോലെ തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടിട്ട് ജനറൽ ആയിട്ടുള്ളൊരു ലിസ്റ്റ് ഞാൻ അവിടെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതൊക്കെ ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ നോക്കിയിരിക്കണം. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളിലോ മറ്റ് ഫീസ് അടച്ച കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട്സോ കൺഫ്യൂഷനോ വന്നു കഴിഞ്ഞാൽ ഒരു മെമ്മോ ജനറേറ്റ് ചെയ്യും. അത്തരം സിറ്റുവേഷൻസുകളിൽ നിങ്ങൾക്ക് അതിന് മെമ്മോയ്ക്ക് കറക്റ്റായിട്ടുള്ള റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.